ചാനൽ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നല്ല മഴ കേട്ടോ. അപ്പൊ ഞങ്ങളൊന്നും പുറത്തു പോയിട്ടില്ല. അപ്പൊ ഇന്ന് കുറച്ച് ഒരു 1 മന്തിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കുറെ സാധനങ്ങൾ വന്നിന് എടുത്തു വെക്കാനുണ്ട് കേട്ടോ. പാപ്പുക്ക് ബാറ്ററി, പാപ്പുന്റെ ഹോർലിക്സ്, പരസ്യത്തിൽ കണ്ടിട്ടുണ്ടോ? ഇതാ പാപ്പുന് മറ്റേ ഇതുണ്ടാക്കുന്ന കേട്ടോ, എന്താ പറയുക, ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത്. ഇത് കൽക്കണ്ടോ അതൊക്കെ ഇതൊക്കെ വേണ്ടി നമ്മളിവിടെ വാങ്ങിക്കുന്ന സോപ്പാണ് കേട്ടോ. അത് സാൻഡലിൻ്റെ മൈസൂർ സാൻഡൽ. ഉപ്പല്ലേ? അത് ഉപ്പ്. നമ്മളിനി ഇതിനൊക്കെ എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. ഇപ്പം നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ആമേസിൻ്റെ പത്തിരിപ്പൊടി വേണേ അത്. പിന്നെ ഇത് നമ്മളുടെ ലിക്വിഡ്, ഇത് പാപ്പുൻ്റെ ആമീൻ്റെ ഫേവറേറ്റ് കപ്പ് കേക്ക് ഉണ്ട്. നൂഡിൽസ് ഉണ്ട്, വല്ലപ്പോഴും അവർക്ക് നൂഡിൽസ് കഴിക്കും. പിന്നെന്താ ഫിഷ് ഉണ്ട്, എഗ് വാങ്ങിച്ചിട്ടുണ്ട്. എഗ് പാപ്പ കഴിക്കുന്നത് സ്ട്രോങ് ആവാനല്ലേ? ഫേവറേറ്റ് ആണ് പാപ്പുന്റെ. പാപ്പുന്റെ പത്തിരി എല്ലാം പാപ്പുന്റെ ഫേവറേറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാനല്ലേ പാപ്പു? ആൾക്കാരും രണ്ടെണ്ണം. ഞങ്ങള് ബിരിയാണി, അവര് ഞങ്ങള് കോക്കനട്ട് റൈസ്, തേങ്ങാച്ചോറ്. പാപ്പു ചിക്കൻ ബിരിയാണി നമ്മൾ കഴിക്കാം. ആ പാപ്പു അപ്പ ഉണ്ടാക്കിയോണ്ട് മാത്രം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കണം എല്ലാവരും. നല്ല മഴയത്ത് നമുക്ക് ജബോട്ടി കാവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മേലെ. ഇവിടേക്ക് വരാൻ കഴിയില്ല. കണ്ടോ നിറച്ചുണ്ട്, ഇതാണ്ടോ വലുതുണ്ട് ഇവിടെ. ഉള്ളിലേക്കുണ്ട് അല്ലേ? മഴ ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് കിളികൾ വന്നിട്ടില്ല. ഇതുണ്ടോ? നാസിക്ക് ശബ്ദമല്ല കേട്ടോ, ശബ്ദമൊക്കെ പോയി ജലദോഷം പിടിച്ചിട്ട്. ഇവിടെ അകത്ത് രണ്ടുപേര് വെയിറ്റിങ്ങിലാണ്. അവരെ നമ്മൾ കൂട്ടിയിട്ടില്ല അല്ലേ? വലുതൊക്കെ കിളി കൊത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇവിടെയും കുറേ ഉണ്ട്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടോ, ഇനിയും പറിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇതൊരു ഇതാണ്, എന്താ പറയുക, ഇതെന്നായിരുന്നു ഇതിൻ്റെ പേരിന്? കിളിഞ്ഞാവൽ കേട്ടോ. ഇപ്പം ഇത് നിറച്ചുണ്ടായിട്ടുണ്ട്, പൂക്കുന്നുണ്ട് ഇങ്ങനെ. പിന്നെ ഇവിടെയൊക്കെ നല്ല മഴയാണ്. നമ്മളെ മുട്ടിൽമലയൊക്കെ കണ്ടോ, ഫുൾ കോടമഞ്ഞായിട്ടുണ്ട്. അപ്പം നമ്മളെ ജബോട്ടിക്ക പോതാട്ടോ. പിന്നെ നമുക്ക് ടി വി ഒക്കെ കണ്ടിരുന്ന് കഴിക്കാം മഴയത്ത്. ആമി മഴയായിട്ട് ഫുൾ പണിയിലാട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്താണ് ആമി? ഒരു ഗ്രേസ് ആന്റണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് ആമി. ഫിഷ് ട്യൂട്ടോറിയൽ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തന്നാൽ മതി. ഒരു കാർഡ്ബോർഡ് എടുക്കുക, റൗണ്ട് ആക്കുക, ഇതേപോലെ ചുറ്റി കൊടുക്കുക. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഒരു ഈസി ആയിട്ട്. ഒരു ഇതെടുക്കുക, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ ഫിഷ്. ഓ അത്ര ഈസിയാണോ? പിന്നെ ആകെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആ വെയിലിനെയും ആ ഗേളിനെയും ഉണ്ടാക്കാനാണ്. പിന്നെ ഞാൻ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരു ഫ്ലവർ, ഇതാണ് ലില്ലിനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വൈറ്റിലല്ലേ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവും. പിങ്കും ഉണ്ട്, പിങ്കും ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ ക്രോഷേ എംബ്രോയിഡറി ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വീക്കെൻഡ് പരിപാടികൾ മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഓരോ പരിപാടി കണ്ടുപിടിച്ച് ചെയ്തോണ്ടിരിക്കും. പറിച്ചിട്ടുണ്ട്, താഴോട്ടേക്ക് വന്ന് തരാം. അപ്പം മൂവി ടൈമാണ് കേട്ടോ. പാപ്പുൻ്റെ കയ്യിലാണ് ജബോട്ടിക്കാവ് ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കഴിക്കാൻ. നാസി ഇവിടെ കിടക്കുന്നു. ആമി അവളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി എല്ലാവരും മൂവി കാണുകയാണ്. ബാലനാണ് കാണുന്നത് അല്ലേ?
നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മി സിനിമ? അടിപൊളി സിനിമ, കേട്ടില്ല. നല്ല പടമായിരുന്നു കേട്ടോ. ബാലനാണ് ഞങ്ങളുണ്ട്. അപ്പോൾ ആ സമയം ആമി ഇവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനം ഫിലിമൊക്കെ കണ്ടോണ്ട്. ഇതെന്താണ് ആമി? ഫിഷിൻ്റെ ഒരു സംഭവം അല്ലേ? വെയിലിനെ ഉണ്ടാക്കാണ്ട്. അയ്യോ, വെയിൽ ഇങ്ങനെ ഇവിടെ അവിടെ ഇങ്ങനെ എന്നിട്ട് ഒരു കുട്ടി മുകളിൽ നിൽക്കും. കുറേ പണിയുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇടുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ ഇതുണ്ടോ ഇങ്ങനെ ഫിഷിനൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇത് ബാപ്പുന്റെ ടെന്റില് വെറുതെ ഒന്ന് വെച്ച് കാണിച്ചാ. ഇവിടെ ഒരാൾ സ്വസ്ഥമായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ടെന്റില് ഇവിടെ ഫോണൊക്കെ വെച്ച് ആമി ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉറങ്ങുകയാണോ കുഞ്ചു? അപ്പൊ ഇവിടെ ടെന്റിൽ എന്താ ചെയ്തു വെക്കാൻ പോന്നെ? എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇതിങ്ങനെ വെച്ച് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. പർപ്പിളും ഒക്കെ ആയിട്ടുള്ള ഫിഷ് അല്ലേ പാപ്പു? ഓ, പാപ്പു ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക. അല്ല, ഉറങ്ങാണല്ലേ. പിക്കാച്ചു ഉണ്ട് അടുത്ത്. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആരൊക്കെ ഉണ്ട് ടെന്റിൽ നിറയെ ആൾക്കാരപ്പോ. അയ്യോ, അങ്ങനെ പാപ്പു സുഖമായിട്ട് കളിക്കുകയാണ് ഇവിടെ. അമ്മേ, ഇവിടെ കിച്ചൺ സെറ്റ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാ അത് ഉറങ്ങിയിട്ട്? ഹായ്. അപ്പൊ ഇവിടെയാണ് പാപ്പു. ഇതുവരെയായിട്ടും മഴ കുറഞ്ഞിട്ടില്ല. പിന്നെ കുറെ സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വെള്ളം കയറിയിട്ട് ചോരത്തിലൊന്നും ഇപ്പൊ വണ്ടിയൊന്നും വിടുന്നില്ല. അമ്മിന്റെ ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് മിക്കവാറും ഇവിടെ ഒന്ന് ഉറങ്ങി പോകും തോന്നുന്നുണ്ട്. ശരിക്കും കാരണം നല്ല മഴ ഉണ്ട്, തണുപ്പൊക്കെ ഉണ്ട്. ആണോ? ഓ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. അപ്പൊ ഉറങ്ങി വീട്ടതാ മഴയായിട്ടല്ലേ? നല്ല ഉറക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നല്ല ക്ഷീണമായപ്പോ ഞാൻ ഉറങ്ങി. ഫോൺ ഓണാക്കിയിട്ട് കുറച്ചു നേരം ബുക്കും വായിച്ചുറങ്ങി. കുറെ നേരം ടാബും കാണുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല മഴ. ഒന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നോക്കി. ഉറങ്ങി എണീച്ചിറപ്പം കാണുന്നുണ്ട്. മഴ പെയ്തിട്ട് നമ്മളിവിടെയൊക്കെ പാരിജാതം നനയ്ക്കുന്നുണ്ട് കേട്ടോ. നിറച്ച് പാരിജാതം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മഴ എല്ലാ സ്ഥലത്തും ഭയങ്കര മഴയാണ്. ഉണ്ടോ? മഴ പെയ്ത് ഒരു രക്ഷയില്ല. മഴ വന്നിട്ടുണ്ടോ? നമ്മളിവിടെയൊക്കെ വെള്ളം ഫുള്ള്. അപ്പം നമ്മൾ വൈകുന്നേരത്തെ പരിപാടിയാട്ടോ. വൈകുന്നേരം പാപ്പൂനും ആമയ്ക്കൊക്കെ ഹോർലിക്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല മഴയൊക്കെ ആയപ്പോൾ ഇന്ന് ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ക്ലാസ്സിൽ പോയിട്ട് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഹണീബീനെ പോലെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്സ് എടുത്തേക്ക് ഡ്രാമ ചെയ്തോണ്ടിരിക്കുകയാണ്. പാപ്പു അല്ലേ? പാപ്പു ഇത് പാപ്പു തന്നെയാണ്. അപ്പൊ നമ്മള് സൺഡേ ഈവനിങ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ലോഗിൽ ഇത്ര വിശേഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ബൈ ബൈ ബൈ. അല്ലേ? പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഹണീബി. ബൈ ഹണീബി.